ഹായ്, ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയൊക്കെ കൂട്ടി മടുത്തോ? എന്നാൽ പിന്നെ ഇതാ പുതിയൊരു ഐറ്റം, ചിക്കൻ തോരൻ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി നാളികേരം തിരവി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൈ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാവുമ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലോട്ട് ഒരു 3 വറ്റൽമുളക്, ഒരു 20 ചെറിയുള്ളി അരിഞ്ഞത്, 3 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 6 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി പേസ്റ്റ് ആക്കിയത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് തുടങ്ങുമ്പോൾ നമുക്കിതിലോട്ട് വേണ്ട പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഈ പൊടിയുടെ പച്ച മണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത ചിക്കൻ ചേർത്ത് ഈ മസാലയൊക്കെ ഈ ചിക്കനിൽ പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു മീഡിയം സവാള സ്ലൈസ് ചെയ്തും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇനി ഇതിലോട്ട് നമ്മൾ ആദ്യം തന്നെ മിക്സ് ചെയ്ത് വെച്ച നാളികേരം ചേർത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ചിക്കനിലോട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കുറച്ചധികം കറിവേപ്പിലയും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. ചൂട് ചോറിനും പുട്ടിനും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞു കുഞ്ഞു റെസിപ്പീസുമായിട്ട് ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.